മുസ്ലിം ലീഗിനെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് കൊടുവള്ളി. ഇവിടെ ലീഗിൽ നിന്നും അടർത്തിയെടുത്തവരെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്ന തന്ത്രം രണ്ടാം തവണയാണ് ഇടതുപക്ഷം പയറ്റുന്നത്. ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായിരുന്ന കാരാട്ട് റസാക്കിനെ വെച്ചാണ് ഇത്തവണ കൊടുവള്ളി പിടിച്ചതെങ്കിൽ 2006-ൽ PT റഹീമിനെ വെച്ചായിരുന്നു പരീക്ഷണം. PT റഹീം ഇത്തവണ തൊട്ടടുത്ത കുന്നമംഗലം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അണികളുമായി നല്ല ബന്ധമുള്ള രണ്ട് നേതാക്കൾ കുന്നമംഗലത്തും കൊടുവള്ളിയിലും ഇടത് MLA-മാർ ആയിരിക്കുന്നതിലെ രാഷ്ട്രീയ ഭീഷണിയാണ് മുസ്ലിം ലീഗിനെ അലട്ടുന്നത്. മേഖലയിൽ പാർട്ടി അണികളുടെ ചോർച്ചയുണ്ടാകുമോ എന്നാണ് ലീഗിന്റെ ആശങ്ക. കൊടുവള്ളിയിൽ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ കാരാട്ട് റസാക്കിനെയും PT റഹീമിനെയും രാഷ്ട്രീയമായി നേരിടുക മുസ്ലിം ലീഗിന് കഠിനമായിരിക്കും. ഞങ്ങളെപ്പോലെ ചെറുപ്പത്തിൽ മുസ്ലിം ലീഗുകാരായി വന്നിട്ടുള്ള ആളുകൾ, ഞാനും റസാഖും MSF-ലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇടക്കാലത്ത് എപ്പോഴും കയറി വന്ന ആളുകളാണ് ഇപ്പം ലീഗ് കൊണ്ടെടുക്കുന്നത്. അതുകൊണ്ട് പഴയ മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ തന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കൊടുവള്ളി നിന്നാണ് ജയിക്കുന്നത്. കൊടുവള്ളിയിലെ പരാജയം രാഷ്ട്രീയ കാരണങ്ങൾ മൂലമല്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ടികശാല ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. കൊടുവള്ളിയിൽ സംഘടനാപരമായ നടപടികൾക്കും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം മുതിരുകയാണ്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.